അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. രാജേഷിനെ ശിക്ഷപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. അത് എല്ലാ മാതാപിതാക്കളും മക്കളുമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സീനത്തിൻ്റെ ഉമ്മയും ഉപ്പയും ആങ്ങളെയും എത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ അവനെ പൂട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് അവരെല്ലാം എത്തിത്തുടങ്ങുകയാണ്. ശിക്ഷ നേരിട്ട് കൊടുക്കണം, അല്ലാതെ ഇതുപോലുള്ള ക്രിമിനൽസിനെ വളർത്തുവാൻ ഇനിയും പാടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാജേഷ് എന്ന് പറഞ്ഞ ആ ഒരു ക്രിമിനലിനെ പോലുള്ള ഒരു ക്രിമിനലിനെ ഇപ്പോൾ അടുത്ത് ഇതാ പിടിച്ചിട്ടുണ്ട്. കോടതി മുറിയിൽ വെച്ച് കുറ്റവാളിയായ അയാളെ 400 സ്ത്രീകൾ ചേർന്നാണ് കൊലപ്പെടുത്തിയത്. ഇതൊരിക്കലും ഒരു ഇല്ലാത്ത കഥയല്ല, ഉള്ള കഥ തന്നെയാണ്. അയാളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോവുക, പീഡിപ്പിക്കുക, അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. ഒടുവിൽ പോലീസ് ഒരിക്കലും കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കില്ല, ജയിലിൽ തടവിലിട്ടാലും ഒരിക്കലും കൊല്ലില്ല എന്ന് മനസ്സിലാക്കിയ ഭരത് എന്നു പേരുള്ള അയാളെ സ്ത്രീകൾ ചേർന്നിട്ടാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത്. കാരണം അയാൾ രക്ഷപ്പെടാൻ പാടില്ല, ഇഞ്ചിഞ്ചായി മരിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഒരു ദശാബ്ദക്കാലം ആ പ്രദേശത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും ഇതുപോലുള്ള സെക്സ് റാക്കറ്റുകൾക്ക് വേണ്ടി വിൽക്കുകയും ചെയ്ത അയാൾ, രാഷ്ട്രീയവും സ്വാധീനവും പോലീസിൻ്റെ ഒത്താശയും കാരണം അയാൾ എപ്പോഴും നിയമത്തിന് മുകളിൽ നിന്നു. ആരൊക്കെ തന്നെ പരാതിപ്പെട്ടാലും ഒരിക്കൽ പോലും അവനെ പിടിക്കാൻ പോലീസുകാർ വന്നിരുന്നില്ല. മന്ത്രിമാരും ഒക്കെ അങ്ങനെ തന്നെ, എല്ലാം അവൻ്റെ കീഴിൽ. കാരണം എല്ലാം അവൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് അവനാണ് അവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനകത്തിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും മുൻപന്തിയിലായിരുന്നു നിന്നിരുന്നത്. ആരൊക്കെ തന്നെ പരാതി കൊടുത്താലും അവൻ നിയമത്തിന് മുകളിൽ നിന്നു. പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കാൻ പോലും അയാൾക്ക് മടിയുണ്ടായിരുന്നില്ല. എന്നാൽ 2004 ഓഗസ്റ്റിന്, അതായത് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. നമ്മൾ രാജേഷിൻ്റെ കഥകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇല്ലാത്തതാണ്, ഇതൊക്കെ ശരിക്കും നടന്ന സംഭവങ്ങളാണ്, പേരുകൾ മാറ്റി ഞാനൊന്ന് അവതരിപ്പിച്ചെന്ന് മാത്രം. 2004 ഓഗസ്റ്റ് 13 അക്കു യാദവ് എന്ന അയാളെ കോടതിയിൽ ഹാജരാക്കുകയാണ്. എല്ലാവരും പരാതിപ്പെട്ട് ലാസ്റ്റ് അവന് എപ്പോഴും എല്ലാവരെയും തമർത്തിക്കൊണ്ട് എല്ലാത്തിലും മുന്നേറുകയായിരുന്നു. ഒരു ശിക്ഷയും അവന് ലഭിച്ചിരുന്നില്ല. രാജേഷിനെ പോലെ ഒരുപാട് കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു, ഒരുപാട് മക്കളെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തങ്ങൾ അനുഭവിച്ച ക്രൂരതകൾക്ക് മറുപടി നൽകാൻ ആ സ്ത്രീകൾ തീരുമാനിച്ചുറച്ചിരുന്നു. അവൻ്റെ വലയിൽപ്പെട്ടുപോയ, കെണിയിൽപ്പെട്ടുപോയ, ചതിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ, അവൻ ഉപദ്രവിച്ച ഒരുപാട് സ്ത്രീകൾ, അവന് തക്കതായ ശിക്ഷ നൽകാൻ അവർ മുൻകൂട്ടി എല്ലാവരും തീരുമാനിച്ചുറച്ചു. എന്നാൽ അവരുടെ കൈകളിലുണ്ടായിരുന്നത് മറ്റൊന്നുമല്ലായിരുന്നു, മുളകുപൊടിയും കത്തിയും കല്ലുകളുമായി അവർ കോടതിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. വെറും 15 മിനിറ്റ് കൊണ്ട് വർഷങ്ങളോളം ആ പ്രദേശം അനുഭവിച്ച പേടി സ്വപ്നത്തിന് അവർ അന്ത്യം കുറിച്ചു. അയാളുടെ ശരീരത്തിൽ 70-ലധികം മുറിവുകളുണ്ടെന്നും അതുമാത്രമല്ല ജനനേന്ദ്രിയം വരെ മുറിച്ചു മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. കോടതി അവർക്ക് വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുക തന്നെ ചെയ്തു. കാരണം അവരാണ് ദുരിതം അനുഭവിച്ചത്. അവർ ദുരിതം അനുഭവിച്ചുകൊണ്ട് തന്നെ അവർ തന്നെ അതിനുള്ള ശിക്ഷ നൽകുകയാണോ? പല സ്ത്രീകളും മുളകുപൊടി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു, പല സ്ത്രീകളും കത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു, പലരും കല്ലെടുത്തെറിഞ്ഞു. അതിനിടയിൽ പല സംഗതികളും അവിടെ നടന്നു. ചരിത്രം രചിച്ച ഐക്യസംഭവത്തിന് ശേഷം പോലീസ് 5 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച 5 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോഴേ ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും എന്താ പറഞ്ഞെന്നോ? ഞങ്ങളെല്ലാവരും കുറ്റക്കാരാണ്, ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യൂ, അല്ലാതെ അവരെ മാത്രമല്ല എന്ന് പറഞ്ഞ് 100 കണക്കിന് സ്ത്രീകൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയപ്പോൾ പോലീസുകാർ വരെ ഞെട്ടുകയായിരുന്നു. കാരണം അത്രയധികം സ്ത്രീകളെയായിരുന്നു അവൻ പീഡിപ്പിച്ച്, അവൻ എല്ലാവരെയും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഭാര്യയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ചതിച്ച സ്ത്രീകളായിരുന്നു അതിലെല്ലാവരും. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ അത്യപൂർവ സംഭവമാണ്. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ എല്ലാവരെയും കോടതി വിട്ടയച്ചു. കാരണം ആരെയും ശിക്ഷിച്ചില്ല. കാരണം അവർ അത്രയും പീഡനങ്ങൾ, വേദനകൾ അനുഭവിച്ചതാണ് അവനിൽ നിന്നും.
നിയമവും പോലീസും കുറ്റവാളികളെ സംരക്ഷിക്കുമ്പോൾ നിസ്സഹായരായ മനുഷ്യർക്ക് സ്വന്തം ജീവൻ നൽകാൻ ആയുധമെടുക്കേണ്ടി വരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നാഗ്പൂരിലുണ്ടായ ആ ഒരു സംഭവം. ഒരു പീഡകനെ 400 സ്ത്രീകൾ ചേർന്ന് കോടതിയിൽ വെച്ച് അതേ വേദന കൊടുത്ത് ശിക്ഷ നടപ്പാക്കി എന്ന് തന്നെ പറയാം. അതേ സെയിം സംഭവം തന്നെയാണ് രാജേഷിനിവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അത് കോടതിയും പോലീസും അറിഞ്ഞാൽ തീർച്ചയായും അവർ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൂടുകയാണ്. അതെ, അവരുടെ ബന്ധുക്കൾ കൂടുകയാണ്. ഐസിയുയിൽ കിടക്കുന്ന ആ കുട്ടിയുടെ പിതാവ്, ഉമ്മ, അവളുടെ ബന്ധുക്കൾ എല്ലാവരും കൂടുകയാണ്. എല്ലാവരെയും അതാ എസ്ഐ വിളിച്ചു വരുത്തുകയാണ്. കണ്ടോ എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊക്കെ പേടി സ്വപ്നമായിരുന്ന രാജേഷ്. അത് ഇവിടെ ഏതൊരു മുസ്ലിം പെൺകുട്ടികളായാലും ഒരു +2 എത്തിക്കഴിഞ്ഞാൽ ഭയത്തോടെ നടക്കേണ്ട കാലമാണ്. കാരണം രാജേഷ് ഇറങ്ങും. അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിത്തീരും? എന്തൊക്കെ തന്നെയായാലും അതാ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്നാൽ ഫർസാന കുഞ്ഞിനെയും കൊണ്ട് വന്നില്ല. അവൾക്ക് ഭയമായിരുന്നു. ഒരു പക്ഷേ എന്തൊക്കെ തന്നെയായാലും അവൻ്റേതല്ലേ എന്ന് കരുതി അവനൊരു പക്ഷേ അതുകൊണ്ട് അവൾ ഭയന്ന് ദൂരെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം സീനത്ത്, അതെ സീനത്തിനും ആഗ്രഹം, അതെ അവനെ പൂട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവനെയൊക്കെ ഞങ്ങൾ കൈകൊണ്ട് തന്നെ ഞങ്ങൾ കൊല്ലും എന്നുള്ള രീതിയിൽ അവൾ ദേഷ്യത്തോടെ വന്നു. എന്നാൽ ഉപ്പയും ഉമ്മയും പറഞ്ഞു, എന്തിന്? അത് നെയ്യായിട്ട് തന്നെ പോയതല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട, എനിക്ക് അവൻ എൻ്റെ കയ്യിൽ കിട്ടണം. എന്നെ അത്രക്കും അവൻ ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയതാ എല്ലാവരും കൂടി അവൻ്റെ അരികിലേക്ക് എത്തുന്നു. രാജേഷിൻ്റെ വാതിൽ തുറന്നു. അവൻ്റെ കൈകാലുകൾ ഒന്നുകൂടെ എസ്ഐ കൂട്ടിക്കെട്ടി. വായയിലുള്ള ആ ഒരു സ്റ്റിക്കർ പതുക്കെ അങ്ങ് പറിച്ചെടുത്തു. രാജേഷ് നോക്ക്, ഇതൊക്കെ ആരെ നിനക്കറിയോ? ഇത് ഇല്ല, അറിയില്ല അല്ലേ? ഒരുപാട് മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ പാവപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് ഇവരെ എല്ലാമാണ് നീ അന്ന് ശിക്ഷിച്ചത്. അതെ, അന്ന് ഇവരുടെ മക്കൾ നിൻ്റെ കൂടെ പോരുമ്പോൾ നീ അവരെ വശീകരിച്ച് നിൻ്റെ ഭാഗത്താക്കി നിൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നത് അവരായിരിക്കും. എന്താ രാജേഷ് നിനക്ക് പറയാനുള്ളത്? എന്നെ ഒന്നും ചെയ്യരുത്. എന്നാൽ ഇത് കണ്ട സീനത്തിൻ്റെ ആങ്ങള വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് വന്നു. എന്താടാ നിനക്ക് വേണ്ടേ ഇനി പെൺകുട്ടികളെ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സീനത്തിൻ്റെ ആങ്ങള അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നു. നോ, എന്നെ തുടരുത്. എന്നെ ദേഷ്യം പിടിപ്പിച്ചത് ഞാൻ ഒരൊറ്റ ഒന്നിനെയും വെറുതെ വിടില്ല. ബോംബ് ഞാനിടും, എല്ലാത്തിനും കൊല്ലും. ഓഹോ, എന്നിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? അപ്പോൾ തന്നെ എസ് ഐ സാറ് അവൻ്റെ മുഖത്ത് വീണ്ടും ആ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെക്കുകയാണ്. ഈ സമയം സീനത്തും ഫർസാനയുമെല്ലാം മുന്നോട്ട് വന്നു. എടാ ദുഷ്ടാ, ഞങ്ങളെ നല്ല ജീവിതം തരാമെന്ന് പറഞ്ഞ് നീ പറ്റിച്ചിട്ട് പിന്നീട് ഞങ്ങളെ കൊണ്ട് ബിസിനസ് ചെയ്യുന്നില്ലേ? അതെ, ഫർസാനയും സീനത്തുമെല്ലാം അവരുടെ കൈകളിൽ കല്ലുകൾ കരുതിയിരുന്നു. ആ കല്ലുകൾ കൊണ്ട് അവൻ്റെ തലമണ്ട നോക്കി എറിയുകയാണ്. ഡി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ദേഷ്യമെല്ലാം തീർക്ക് ആദ്യം, എന്നിട്ട് മതി ബാക്കി. എന്നാൽ അപ്പോഴേക്കും ICUവിൽ കിടന്നിരുന്ന ആ ഒരു പെൺകുട്ടി, വളരെയധികം ആസന്നമായ പെൺകുട്ടി, കുറച്ച് ജീവൻ വെച്ചു. എന്നാൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുമെല്ലാം എത്തിയിരുന്നു. ആ കുട്ടിക്ക് ഒന്നിനും കഴിയുന്നില്ലായിരുന്നു. കണ്ടോടാ, എന്തിനാണ് ഇങ്ങനെ ഓരോന്നിനെ കൊല്ലാൻ നടക്കുന്നത്? നെയ്യെ എത്ര നീ കൊന്നിട്ടുണ്ട് അറിയാതെ. പാവപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ അറിയാതെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക. എന്നിട്ട് അവരെ ഈ ഒരു ലൈംഗികമായിട്ടുള്ള ഓരോ പരിപാടിക്ക് വേണ്ടി പ്രേരിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ക്യാഷ് കൊണ്ട് നീ സുഖമായി ജീവിക്കുക. അല്ലേടാ, ഇതല്ലേ നിൻ്റെ പണി? എന്നാൽ ഷമീറിനും ദേഷ്യവും സങ്കടവും ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്. ഒറ്റ വെട്ടിന് അവനെ ഇല്ലാതാക്കാനാണ് ഷമീർ ശ്രമിക്കുന്നത്. എന്നാൽ ഷമീർ വിചാരിച്ചു, അതെ എന്തായാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ടില്ല, ജയിലിൽ പോയാലും വേണ്ടില്ല, അവനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷമീർ ആ ഒരു കത്തി അവൻ്റെ അരയിൽ നിന്ന് ഊരി പിടിച്ചെടുത്തു. നേരെ രാജേഷിൻ്റെ അടുത്തേക്ക്. എടാ എന്തിനായിരുന്നു ഇതെല്ലാം? എന്തിനായിരുന്നു? നിനക്ക് എന്തുകൊണ്ട് നേടി? കുറച്ച് പണത്തിന് വേണ്ടി നീ എന്തിനാണ് ഒരുപാട് കുടുംബങ്ങളെ വെറുതെ വേദനിപ്പിക്കുന്നത്? നിനക്കതുകൊണ്ട് എന്ത് കിട്ടിയടാ? പറയടാ, പറ, നീ പറയില്ലേ? അവൻ്റെ നേർക്ക് കത്തിയുമായി ചെന്ന ഷമീർ ഏത് നിമിഷവും ആഞ്ഞു കുത്തും എന്നുറപ്പായത്
എസ് ഐ കാണുന്നു. പെട്ടെന്ന് തന്നെ ഷമീർ അതാ അവൻ്റെ നെഞ്ച് നോക്കിയിട്ട് ആ കത്തിയുമായി ചാടി വീഴുമ്പോൾ ഒരു നിമിഷം അതാ എസ് ഐ അവൻ്റെ കൈ പിടിച്ചു. ഷമീർ, വേണ്ട, നിൻ്റെ ജീവിതം അത് ബാക്കിയുണ്ട്. ഇവനെ കൊന്നു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവൻ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ് വേണ്ടത്. സാറേ, ഇവൻ ഒന്നും രണ്ടും കുട്ടികളല്ല, ഒരുപാട് കുട്ടികളെ ആണ് ഇവൻ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ സമയം ഫർസാനയുടെ പിതാവും കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന്, എന്തിനാണ് ദുഷ്ട, എൻ്റെ മക്കളൊക്കെ നീ ചതിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സെയിം സംഭവം തന്നെ സീനത്തിൻ്റെ പിതാവും. അവർ രണ്ടുപേരും നല്ല രീതിയിൽ അവനെ ചീത്ത പറയുന്നു. അന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു കുട്ടിയുടെ ഉപ്പയും ആങ്ങളയും എല്ലാവരും കൂടെ ശരിക്കും രാജേഷിനെ നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് തന്നെ പറയാം. എസ് ഐ ഒന്നുകൂടി മുറുകെ കെട്ടിയിട്ട് കൊടുത്തു. ഷമീർ, കൊല്ലരുതവനെ, കൊല്ലാൻ പാടില്ല, വിട്ടു നിൽക്ക്, അവർ തീർക്കട്ടെ അവരുടെ പ്രതികാരമൊക്കെ. അങ്ങനെ അതാ മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ടും വെള്ളം കൊണ്ടും മുളകുപൊടി കൊണ്ടും അങ്ങനെ അവന് ഒന്നായിട്ട് വാരി പൊത്തുന്നു. അത് അവൻ്റെ ശരീരത്തിൽ നിന്ന് നല്ല രീതിയിൽ അതാ രക്തം ഒലിച്ചു വരൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയും മുറിയായി. ഇതിപ്പോൾ അറബ് നാട്ടിലായിരുന്നെങ്കിൽ എന്തായിരുന്നു, നിന്നെ കുഴിയിൽ ഇറക്കി വെച്ച് എറിഞ്ഞു കൊല്ലരായിരിക്കും അവിടുത്തെ വിധി. അതനുസരിച്ചായിരിക്കും അറബ് നാടുകളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ക്രിമിനൽ കുറ്റങ്ങളൊന്നും നടക്കുന്നില്ല. അവിടെ ഒരു തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പക്കപ്പം അതിനുള്ള ശിക്ഷ ലഭിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ കുറ്റവാളികളെ വളർത്താൻ തന്നെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ സമയം ഇതാ രാജേഷിനെ എല്ലാവരും കൂടി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എസ് ഐ പറഞ്ഞു, ആരും കൊല്ലരുത്, കൊന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചിഞ്ചായി അവനങ്ങനെ വേദന തിന്നട്ടെ, എന്തൊക്കെ തന്നെയാലും 1-2 ദിവസം അവിടെ കിടക്കട്ടെ. അത് അവൻ തീർത്തും അവശനായിട്ടുണ്ട്. പക്ഷേ വെള്ളം കൊടുക്കാതിരുന്നില്ല. അവന് വെള്ളം കൊടുത്തു കുടിക്കാൻ. കാരണം വെള്ളവും ഭക്ഷണവുമില്ലാതെ അവൻ പല കുട്ടികളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഏത് ജീവികളാണെങ്കിലും. എന്നാൽ ഈ സമയം അതാ രാജേഷിൻ്റെ അമ്മയും പെങ്ങളും ഓടിപ്പാഞ്ഞ് വരികയാണ്. എവിടെ കുരുത്തൻ കെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ അതാ അവൻ്റെ നേർക്ക് വരികയാണ്. എന്നാൽ അമ്മ അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. എടാ, എൻ്റെ കൊച്ചിനെ താടാ ഇവിടെ. എന്നാൽ മകളുടെ കുഞ്ഞിനെയും അവൻ കൊണ്ടുപോയി എന്നാണ് വാർത്ത കേട്ടിരുന്നത്. എന്നാൽ അവൻ ഒളിവിലായതുകൊണ്ടും അവനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടും ഇപ്പോൾ അവനെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ ഓടി വന്നു. കൊണ്ട് താടാ എൻ്റെ കൊച്ചിനെ. ദ്രോഹി, സ്വന്തം മോനാണ്. എന്നിട്ട് പോലും ആ അമ്മക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. എറിഞ്ഞ് കൊല്ലു മക്കളെ, അവനെ ഇനി വെച്ചേക്കരുത്. ഈ ഒരു ഭൂമിയിൽ അവൻ വേണ്ട. അവൻ്റെ ഒരു പൊടി പോലും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. അവന് ഞാൻ കൊന്നോളാം, ഞാൻ ജയിലിൽ പോയാലും വേണ്ടിയില്ല. എൻ്റെ കൊച്ചുമോനെ വരെ അവൻ കൊണ്ടുപോയിട്ടുണ്ട് ഓരോ അനാശാസ്യ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട്. ശരിക്കും ആ അമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ടത് പറയുകയായിരുന്നു. തൊട്ടു പിന്നാലെ പെങ്ങളും കരഞ്ഞുകൊണ്ട്, പറയടാ, എൻ്റെ മോനെ എവിടേക്കാ നീ കൊണ്ടുപോയത്? നീ പറയില്ലല്ലടാ. അതെ, പെങ്ങളും നല്ല രീതിയിൽ അവനെ ഉപദ്രവിക്കുക തന്നെ ചെയ്തു. അവരുടെ കയ്യിലിരുന്ന വടി കൊണ്ടും കല്ലുകൊണ്ടും നല്ല രീതിയിൽ അവനെ വേദനിപ്പിച്ചു. ഇല്ല, എൻ്റെ കുഞ്ഞിനെ തിരികെ തരാൻ എനിക്ക് കഴിയില്ല അല്ലേ? പെട്ടെന്ന് എസ് ഐ അവൻ്റെ പ്ലാസ്റ്റർ മുഖത്ത് നിന്ന് വലിച്ചു. എന്താടാ നിനക്ക് പറയാനുള്ളത്? അപ്പോൾ സ്വന്തം വീട്ടിലും നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടല്ലേ? അതെ സാറേ, ഇവൻ ഞങ്ങളെ വീട് തീയിട്ട് പോയതാണ്. ഞങ്ങൾക്കിപ്പോൾ വീടും ഒന്നുമില്ല. അതെ, വേണ്ടാത്ത പ്രവർത്തനത്തിന് സ്വന്തം പെങ്ങളുടെ നേർക്ക് വരെ അവൻ വന്നു. പക്ഷെ ഞങ്ങൾ രക്ഷപ്പെട്ടത് കൊണ്ട് അത് എങ്കിലും കണ്ടില്ലേ, അമ്മയുടെ കൈകളിലും എൻ്റെ ശരീരത്തൊക്കെ പൊള്ളലാണ്. ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതെ, അവൻ തീ വെച്ച് പോയതാണ് ഞങ്ങളെ വീടിനെ. പക്ഷേ പോയപ്പോൾ എൻ്റെ കൊച്ചുമോനെയും അവൻ കൊണ്ടുപോയി. എൻ്റെ ഒരു കുഞ്ഞ് മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളെ വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഇവനെല്ലാം ഞങ്ങളെ കൊന്നു കളഞ്ഞു പോയതാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ചാവ് എന്ന് പറഞ്ഞിട്ടാണ് അവന് പോയത് സാറേ. അവന് തക്കതായ ശിക്ഷ കൊടുക്ക്. അവനൊരിക്കൽ പോലും വെറുതെ വിടാൻ പാടില്ല. അതെ അമ്മ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കണ്ട ജനങ്ങളുടെ മക്കളെയെല്ലാം അവർ കണ്ണീര് ഒളിപ്പിച്ചാണ്. ഓരോ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി. അതിന് ഉള്ള ബിസിനസ്സും കാര്യങ്ങളുമാണ് അവനുള്ളത്. ഈ ദുഷ്ടനെ ഇനി വെച്ചേക്കരുത്.
ആ അമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, ഇങ്ങനൊരു മോനെ എനിക്കില്ല, എന്തിനാണ് ഇത്രയും ചെറ്റത്തരങ്ങൾ ചെയ്യുന്ന മോനെ എനിക്ക്? ഞങ്ങളൊക്കെ ചത്തുപോയെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ഞങ്ങളൊക്കെ മരിച്ചു പോയെന്ന്. ഇല്ലടാ, ഞങ്ങൾക്ക് ജീവനുണ്ട്. പക്ഷേ കൊച്ചുമോനെ നീ എന്തോ ചെയ്തു എന്ന് പറയണം. പറയടാ, കൊച്ചുമോൻ എന്തോ ചെയ്തു പറയാനാ പറഞ്ഞത്. അവൻ നേരെ നോക്കി, അമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി അലറുകയാണ്. കൊച്ചുമോനെ മറ്റൊരാൾക്ക് ഞാൻ വിറ്റു. അത് എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട്. ശരിക്കും ഞെട്ടിപ്പോയി അവർ. അതെ, പെങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്തിനായിരുന്നടാ എൻ്റെ പൊന്നു മോനെ വിറ്റത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരൂലേ? ഓ, നീ 1-2 രൂപ അല്ല, എനിക്ക് ലക്ഷങ്ങൾ വേണം. അതിൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്ക് അവിടെ വിൽക്കേണ്ടി വന്നു. സ്വന്തം പെങ്ങളുടെ കുഞ്ഞിനെ അവിടെയാണ് ഇത്രയധികം ക്രൂരത ചെയ്തത് അല്ലേ? ആർക്കാടാ വിറ്റത് എന്നല്ല സാർ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് എങ്ങനെയുണ്ട് കണ്ടുപിടിക്കാം. സാറേ, അതൊന്നും കണ്ടെത്താനാവില്ല, അവനൊക്കെ മുകളിൽ പോയി. എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ശരിക്കും എല്ലാവർക്കും സങ്കടമായിരുന്നു. അതെ, ഞാൻ കൊന്നു. എന്താ? അത്രക്കും ക്രിമിനലായ ആ ഒരു രാജേഷിനെ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ആ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ വളരെയധികം നിറഞ്ഞു പോയിരുന്നു. കാരണം അത്രക്കും ക്രൂരകൃത്യങ്ങൾ ചെയ്ത രാജേഷിനെ എല്ലാവരും പൊതിരെ തല്ലി നല്ല രീതിയിൽ അവൻ അവശനായി അവിടെ കുഴഞ്ഞങ്ങ് വീണു. എന്നാൽ എസ് സാർ പറഞ്ഞു, മതി, പോരെ, എല്ലാവർക്കും തൃപ്തിയായല്ലോ, ഇനി കൊല്ലണ്ടല്ലോ, ഇനി ഇതിൻ്റെ അധികൃതകളൊന്ന് എടുത്തുമുണ്ടി പോട്ടെ, ഇനി വിളിക്കാം പോലീസിനെ, ഇനി അവൻ്റെ ആളുകളെല്ലാം ഇതൊന്ന് കാണട്ടെ. അവൻ്റെ കൈകാലുകളും ഒക്കെ നല്ല രീതിയിൽ ഒടിച്ചിട്ടിട്ടുണ്ട്, അത്ര ഒരു ഞെരക്കം മാത്രമാണ്. എന്നാൽ എസ് സാറ് കൊല്ലണ്ടെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട സാറേ, കൊല്ലണം, എൻ്റെ മോനെ ഞാൻ തന്നെ കൊല്ലും, എന്നിട്ട് ഞാൻ ജയിലിൽ പോകും, എങ്കിലും അത് മാറുള്ളൂ. അമ്മ, നിങ്ങളത് ചെയ്യില്ലേ? പെങ്ങൾ പറഞ്ഞു. എനിക്ക് പിന്നെ ആരാ ഉണ്ടാകുക? അല്ല മോളെ, ഞാൻ അവനെ കൊന്നോളാം, അല്ലെങ്കിൽ 2 പേർക്കും കൊല്ലും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജയിലിൽ പോവുക, അതാ നല്ലത്. നേരെ അതാ രാജേഷിൻ്റെ അടുത്തേക്ക് കത്തിയുമായി ആ അമ്മ ചീറിപ്പായുന്നു. കാരണം അത്രക്കും തന്തയിലും ലൈമയാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എസ് സാർ അവർ തടുത്തു. വേണ്ടമ്മ, അവന് കിട്ടാനുള്ളത് കിട്ടി, ഇനി അവൻ ഈ ഒരു ലെവൽ കുറച്ച് കഴിയട്ടെ. ഇനി ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കാനോ മക്കൾ തട്ടിക്കൊണ്ടുപോകാനോ അവനക്ക് തോന്നരുത് കേട്ടോ. പൊന്നു സാറേ, ഞങ്ങൾ എന്താ സാറേ, ഞങ്ങൾ അവൻ്റെ ഉപദ്രവം കൊണ്ട് മടുത്തു പോയതാണ്, ഞങ്ങൾക്ക് കഴിയണില്ലായിരുന്നു. ഞങ്ങൾക്ക് അത്രക്കും ദുഷ്ടനായിരുന്നു അവനെ. ഒരുപാട് രാത്രി കാലങ്ങളിൽ അമ്മയോ പെങ്ങളോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൻ വരുന്ന സമയമുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് അവനെ. അതെ, മയക്കുമരുന്നും അതും ഇതും ഉപയോഗിച്ച് വരും ഞങ്ങളുടെ അടുത്തേക്ക്. ഞങ്ങൾ കുറേ സഹിച്ചേക്കണ്. അതെ, ഞങ്ങളെ ഒന്നും കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ അവൻ വീടിനെ തീയിട്ട് പോയതാണ്. അതിനിടയിൽ കൊച്ചിനെയും കൊണ്ട് പോയി. സാറേ, ഞങ്ങൾക്ക് ഇനി പേടിയാണ് ജീവിക്കാൻ. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനില്ലാതാവണം. സ്വന്തം പെറ്റമ്മയാണ് ആ പറയുന്നത്. അത്രക്കും ആ പെറ്റമ്മ അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെയെല്ലാം പറയുന്നത്. എന്തൊക്കെ തന്നെയാലും രാജേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആളുകളെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞു. ഷമീറും ആസിഫ് എസ്ഐയും പോലീസിനെ വിളിച്ചു. പോലീസുകാർ ഓടിയെത്തി. രാജേഷിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഇതെന്താ പറ്റിയത്? നാട്ടുകാർ വീഡിയോസ് ഉണ്ട്, എല്ലാം പകർത്തിയിട്ടുണ്ട്, തെളിവടക്കമുണ്ട്. നാട്ടുകാർ അവരെ ഉപദ്രവിച്ചതിന് പകരമായിട്ട് നാട്ടുകാർ കൊടുത്തു. ഇതാ കണ്ടില്ലേ, മുഖമെല്ലാം അല്പം ബ്ലറാക്കിക്കൊണ്ട് അത് എസ് ഐ കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? സ്വന്തം പെറ്റമ്മ പറയുന്നത് കേൾക്ക്, ഇതുകൂടെ കേൾക്ക്. ഞങ്ങൾ സാറേ ഒരു ദിവസം പോലും സമാധാനത്തിൽ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതെ, ലഹരി ഉപയോഗിച്ച് അമ്മയും പെങ്ങളെയും തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിൽ അവൻ വന്ന് ഞങ്ങളെ പേടിച്ചാണ് അതുവരെ കഴിഞ്ഞത്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങണമെങ്കിൽ അവനെ ഇല്ലാതാക്കണം. അവനിവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ പാലും തേനും കൊടുത്തു പോറ്റിയ രാജേഷ് ഇതാ ഈ നിലയിലുണ്ട്. ജീവൻ പോയിട്ടില്ല, ജീവൻ കളയരുത് ഞാൻ പറഞ്ഞാണ്, എന്തെങ്കിലും ബാക്കി വെക്കണമല്ലോ. എന്നാൽ പോലീസുകാർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ, സാറേ അത് ഞങ്ങൾ അറിയാം, നിങ്ങൾക്കൊക്കെ അവൻ നല്ല രീതിയിൽ ക്യാഷ് എണ്ണി തരുമ്പോൾ നിങ്ങൾ അവൻ്റെ തെറ്റുകൾക്കെല്ലാം കൂട്ടു നിൽക്കുകയാണ് അല്ലേ? സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. ശരിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ക്യാഷും കാര്യമൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളൊരു ബുദ്ധിമുട്ടിനൊക്കെ അവൻ തന്നിരുന്നു. കാരണം ഞങ്ങളവന് വേണ്ടി എന്ത് ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളവന് കൂട്ടു നിൽക്കുമായിരുന്നു. സാറേ ക്ഷമിക്കണം. നിങ്ങൾക്ക് ക്ഷമ, നിങ്ങൾ എല്ലാത്തിനെയും കൂട്ടിലടക്കാണ് വേണ്ടത് ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ വളർത്തുന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതാ എസ് ഐ സാറും അവിടെ നിന്ന് ഷമീറും തിരിച്ച് നടക്കുന്നു. എന്നാൽ പോലീസുകാർ അവനെ എങ്ങനെയൊക്കെയോ താങ്ങിപ്പിടിച്ചുകൊണ്ട് അതാ ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു.
ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അതാ രാജേഷ് അവിടെ ജീവച്ഛവമായി കിടക്കുകയാണ് എന്ന് തന്നെ പറയാം. രാജേഷ് എന്നുള്ള ആ ഒരു ഭീകര സത്വത്തെ ഇനി ആ നാട്ടിലാർക്കും ഭയക്കണ്ട എന്ന് കരുതുന്നു. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥ പറയുമ്പോഴൊക്കെ പലരും നുണക്കഥകൾ, കെട്ടുകഥകൾ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ ഒരുപാട് കമൻസ് ഉണ്ട്, നമുക്കിങ്ങനെ വരുന്നുണ്ട് നിങ്ങളീ നുണക്കഥകളെ നിർത്തി എന്നൊക്കെ. പക്ഷെ ഒരിക്കൽ പോലും നുണയായിട്ട് ഞാൻ ഈ കഥകൾ ഇങ്ങനെ പറയുന്നില്ല. അതിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ ആസ്പദമാക്കി തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യൻ, അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് വായിച്ചില്ലേ, അദ്ദേഹത്തെ സ്ത്രീകൾ എറിഞ്ഞു കൊന്നൊക്കെയാണ് ചെയ്തത്. ഒരിക്കലും പോലീസിനും കോടതിക്കും വിട്ടുകൊടുത്തില്ല. കാരണം എന്താ, അവരെ ഉപദ്രവിച്ചതിന് പകരമായിട്ട് അവർ മുളക് പൊടി കൊണ്ടും കത്തി കൊണ്ടും കല്ലുകൊണ്ട് എറിഞ്ഞങ്ങ് കൊന്നു. അങ്ങനെ ആക്കി. എന്തൊക്കെ തന്നെയാലും രാജേഷിനെ പോലുള്ള ക്രിമിനൽസ് ഒരുപാട് ആളുകൾ നമ്മളെ ഇടയിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. പക്ഷേ ഒന്നും പുറത്തേക്ക് കാണില്ല. പുറത്തേക്ക് നല്ല ചിരിയും കളിയായിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിലൊക്കെ പല ക്രിമിനലുകളും വളരുന്നുണ്ടാവും. എന്തൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ പെൺമക്കളെയും നമ്മളെ ആൺമക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ ആൺമക്കളെയും പുറത്തേക്ക് വിടാൻ പേടിയുള്ള കാലം എന്നാണ് പറഞ്ഞത്. ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടു, മഗ്‌രിബിന് ശേഷങ്ങൾ ആൺമക്കളെ പുറത്തേക്ക് ഇറക്കണ്ട കേട്ടോ. കാരണം എന്താ, അത്രക്കും മയക്കുമരുന്ന് മാഫിയകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു മിഠായി കൊടുക്കും, പിന്നെ രണ്ടാമത്തെ ദിവസം മിഠായിക്ക് അവൻ വാശി പിടിക്കും, പിന്നെ കൊതിയാവും, പിന്നെ പൈസ മോഷ്ടിച്ച് തുടങ്ങും. പൈസ മോഷ്ടിച്ചുകൊണ്ട് അത് അവർക്ക് കൊണ്ടുപോയെടുത്ത് അത് വാങ്ങി തിന്നാൻ തുടങ്ങും. അതാണ് ലഹരി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. പിന്നെ അതിനടിമയായി സ്വന്തം ഉമ്മയെ സ്വന്തം പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവനൊരു ദ്രോഹിയായി അല്ലെങ്കിൽ ഒരു ക്രിമിനലായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും. എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.